ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ അവേ മത്സരം 1-1 സമനിലയിലാണ് അവസാനിച്ചത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ അവേ മത്സരത്തിലെ എതിരാളികൾ. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അവരുടെ സ്വന്തം ഗ്രൗണ്ടിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ആദ്യം ലീഡ് എടുത്തെങ്കിലും നോവസദോയുടെ ഒരു തകർപ്പൻ ഗോളിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം സമനില പിടിക്കുന്നു. കൂടാതെ നിർണായകമായ ഒരു പോയിന്റും സ്വന്തമാക്കി. ശരിക്കും ആദ്യ അവേ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് ഗംഭീരമാക്കി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മികച്ച പ്രകടനമാണ് ആദ്യ അവേ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. മത്സരത്തിലുടനീളം തകർത്ത് കളിച്ച നോവയുടെ മികവിലാണ് ശരിക്കും ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിൽ നിന്നും ഒരു നിർണായക പോയിന്റ് സ്വന്തമാക്കുന്നത്. ഒരു മത്സരത്തിലും ശരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി 2 അവേ മത്സരങ്ങളാണ് തുടർച്ചയായി വരാനിരിക്കുന്നത്. ഒഡീഷ FC കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം വരുന്നത് വ്യാഴാഴ്ചയാണ്. ഈ മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും മികച്ച പ്രകടനം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം നോവയുടെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഒരു ഗോളിന് പിറകിൽ നിന്ന ശേഷം തിരിച്ചു വന്ന കാഴ്ചയാണ് കണ്ടത്. കൂടാതെ കഴിഞ്ഞ അവേ മത്സരത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. മികച്ച പ്രകടനം തന്നെയാണ്. നിലവിൽ മികച്ച ഫോമിൽ ബെനോലിക്ക് കീഴിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന നോർത്ത് ഈസ്റ്റിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് തകർത്താടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നോവ മത്സരത്തിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇനി ലൂണ കൂടി തിരിച്ചെത്തിയിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ പകരക്കാരനായി ലൂണ എത്തിയിരുന്നു. വരും മത്സരത്തിൽ ഒഡീഷയ്ക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അഡ്രിയാൻ ലൂണ ആദ്യ 11-ൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ലൂണ കൂടി എത്തുന്നതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നുകൂടി സ്ട്രോങ് ആകും, മികച്ച ടീമാകും. അടുത്ത മത്സരത്തിൽ ഒഡീഷയ്ക്കെതിരെ അവേ മത്സരത്തിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും മികച്ച പ്രകടനം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.